Eternal Wedding Collections by Chungat Jewelry. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? MV Chacko Gold and Diamonds അങ്കമാലി. വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആലുവ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ വിശ്വകർമ്മ ദിനാഘോഷം വിപുലമായ പരിപാടികളോടെ നടത്തി. അത്താണിയിൽ നടന്ന പൊതുസമ്മേളനം അൻവർ സാദത്ത് MLA ഉദ്ഘാടനം ചെയ്തു. അഭ്യർത്ഥിക്കുകയാണ്. വാഹന ഗതാഗതത്തിന് തടസ്സമില്ലാത്ത വിധം വിശ്വകർമ്മദേവന് ജയ് വിളിച്ചുകൊണ്ട് നീങ്ങുന്ന ഘോഷയാത്രയിൽ എല്ലാവരും അണിചേരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അഡ്വക്കേറ്റ് VV വേലായുധൻ അഭ്യർത്ഥിക്കുകയാണ്. വാഹന ഗതാഗതത്തിന് തടസ്സമില്ലാത്ത വിധം വിശ്വകർമ്മദേവ് വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ആലുവ താലൂക്ക് യൂണിയന്റെ നേതൃത്വത്തിൽ ഈ വർഷത്തെ വിശ്വകർമ്മ ദിനാഘോഷം അത്താണി അമല ഹാളിൽ വെച്ച് സംഘടിപ്പിച്ചു. പതാക ഉയർത്തൽ, വിശ്വകർമ്മ ദൈവപൂജ, നെടുമ്പാശ്ശേരി എയർപോർട്ട് ജംഗ്ഷനിൽ നിന്നും രഥ വാദ്യമേള ഘോഷയാത്ര എന്നിവയുണ്ടായി. തുടർന്നു നടന്ന സമ്മേളനം MLA അൻവർ സാദത്ത് ഉദ്ഘാടനം ചെയ്തു. പുതിയ തലമുറ, നിങ്ങളുടെ ആ കാലഘട്ടത്തിലെ പുതിയ തലമുറ ആ തൊഴിലിന്റെ പോലെ അവർ തൊഴിലെടുത്ത് ജീവിക്കുന്നത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തെ ശ്രദ്ധിച്ചു. പക്ഷെ പിന്നീട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ അല്ലെങ്കിൽ ക്യാമ്പയിന്റെ ഭാഗമായിട്ടൊക്കെ കൂടുതൽ വിദ്യാഭ്യാസം കിട്ടുവാൻ വേണ്ടി ഓരോ കുട്ടികളെയും പഠിപ്പിക്കുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് എന്താ ഗുണമുണ്ടായത്? നിങ്ങളുടെ സമൂഹത്തിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ ഒട്ടനവധി ആളുകളെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിച്ചു. ആ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളും പല വിഷയങ്ങളും നിങ്ങൾ ഗവൺമെന്റ് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇത് 2% അല്ലേ, അതെ 3 അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ ഒരുവണ എന്റെ അടുത്ത് പറയും. ഞാനതൊക്കെ സഭയിലൊക്കെ ശ്രദ്ധയപ്പെടുത്തുകയാണ്. ഒരുവണ ഈ വിഷയം സഭയിൽ ഉന്നയിക്കുക ചെയ്യണം. അത് നോട്ട് ചെയ്തിരുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ ശബ്ദമായി തന്നെ സഭയുടെയും ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാനുള്ള ശ്രമം എന്റെ ഭാഗത്തുണ്ട്. താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് മനോഹരൻ മൂലത്ത് അധ്യക്ഷത വഹിച്ചു. ഇപ്പോഴും വിരലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ ഓരോ പഞ്ചായത്തിലും PM വിശ്വകർമ്മയുടെ രജിസ്ട്രേഷൻ പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഒരു ട്രെയിനിങ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഈ ഭാഗത്ത്. ഇത് ഒത്തിരി പേര് രജിസ്ട്രേഷൻ എടുത്ത് കാത്തിരിക്കുക. ഇതുവരെ അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ കൊട്ടിയാഘോഷിച്ചു വന്ന ഒരു സംഭവം നമുക്ക് വേണ്ട രീതിയിൽ അത് ഉപയോഗിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഒരു കൊല്ലം മുമ്പ് തന്നെ നമ്മുടെ ദേവസ്വം ബോർഡിലുള്ള നിയമനവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, സംവരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡില് മറ്റുള്ള സമുദായങ്ങളൊക്കെ വാരിക്കോരി കൊടുത്തപ്പോൾ വിശ്വകർമ്മർക്കൊന്നും തന്നില്ല, ചോദിക്കാൻ ആളില്ല. പാറക്കടവ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TV പ്രതീഷ്, നെടുമ്പാശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് AV സുനിൽ, വാർഡ് മെമ്പർ MS അർച്ചന, അഡ്വക്കേറ്റ് VV വേലായുധൻ, MN ഗോപി, PK സുബ്രഹ്മണ്യൻ, KG ഷാജി, VR മധുസൂദനൻ, KK ബാലകൃഷ്ണൻ, അജിത കൃഷ്ണൻകുട്ടി, PK വേലായുധൻ, VA ബിജു തുടങ്ങിയവർ പങ്കെടുത്തു. നിശ്ചയമായും നമുക്ക് അത്തരം പൊതു ഇടങ്ങൾ ഉണ്ടാവുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇന്നലെ അയ്യങ്കാളിയുടെ ജന്മ നക്ഷത്രം ആയിരുന്നു. അയ്യങ്കാളിയും മഹാത്മാഗാന്ധിയുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മഹാത്മാഗാന്ധി ആ സംസാരം കഴിഞ്ഞ് അവർ തമ്മിലുള്ള സംഭാഷണം കഴിഞ്ഞ് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് അയ്യങ്കാളി പറഞ്ഞത് എൻ്റെ സമുദായത്തിൽ നിന്ന്, സ്വസമുദായത്തിൽ നിന്ന് 10 BA-ക്കാരെ ഉണ്ടാക്കണം എന്നതാണ് എൻ്റെ സ്വപ്നം എന്നായിരുന്നു. വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കടന്നു വരാൻ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് തിരിച്ചറിയുകയാണ്. വിദ്യാഭ്യാസം എല്ലാ വ്യക്തികളുടെയും സാമൂഹ്യമായ പുരോഗതി ലക്ഷ്യം വെക്കുന്നുണ്ട്. നേരത്തെ ബ്ലോക്ക് പ്രസിഡന്റ് ചൂണ്ടിക്കാണിച്ചതുപോലെ ഒട്ടുതിരിഞ്ഞു നിൽക്കലല്ല, കൂട്ടമായി പോരാടുകയാണ് ഈ കാലഘട്ടത്തിൽ നാം ചെയ്യുന്നത്. സാമുദായികമായി മുന്നോക്കം നിൽക്കുന്ന, ചരിത്രപരമായി ജാതിപരമായി എല്ലാം
പിന്നോക്കം നിൽക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന ആവശ്യമായ സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ സംവരണം വലിയ മുന്നേറ്റം ഉണ്ടാക്കിയുള്ള രാജ്യത്ത് ഒരുപാട് നോക്കിയാൽ കാണാൻ കഴിയില്ലെങ്കിലും കേരളത്തിൽ സ്ഥിതി വ്യത്യസ്തമാണ്. എന്നാൽ സാമുദായികമായി മുന്നോട്ട് നിൽക്കുന്ന മഹാഭൂരിപക്ഷം വരുന്ന സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് ഈ സംവരണത്തിന്റെ ആനുകൂല്യം ഇന്ന് രാജ്യത്ത് ലഭ്യം. തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് ദാനവും ആദരിക്കൽ ചടങ്ങും ഉണ്ടായി. ക്ഷണിക്കുന്നു. ശ്രീ സതീഷ് കൊച്ചിൻ.